വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സാലഡ് കഴിച്ച് മടുത്തവർക്കും പിന്നെ വെജിറ്റബിൾ ഇഷ്ടമില്ലാത്തവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. ആദ്യം വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് അടുപ്പത്ത് വെക്കാം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓയിൽ യൂസ് ആക്കേണ്ടി വരുന്നില്ല. ഞാൻ എൻ്റെ കയ്യിലുണ്ടായ വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിലൊക്കെ പച്ചക്കറി വേവാൻ വേണ്ടിയിട്ട് വേറെ വെള്ളം കൂട്ടണമെന്നില്ല. അതിൽ തന്നെ ഉണ്ടാകുന്ന വെള്ളം ഉള്ളിൻ്റെയും ക്യാബേജ് നല്ല പച്ചക്കറി നല്ലോണം വേവാൻ കാക്കണ്ട. കുറച്ച് ഉടഞ്ഞു കിട്ടുമ്പോൾ തന്നെ ഒരു 2 മുട്ട പൊട്ടിച്ചിട്ട് അതിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് വേറെ ഒരു പാത്രത്തിൽ മാറ്റി വെക്കുക. ഇനി ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതേ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത വെള്ളുള്ളി ഇടുക. പിന്നെ മെയിൻ പോയിന്റ്, എല്ലാവരും ക്രീം റെഡിയാക്കുമ്പോഴത്തേക്ക് മൈദയാണ് യൂസ് ആക്കുന്നത്. മൈദക്ക് പകരം ഞാൻ യൂസ് ആക്കിയിട്ടുള്ള കടലപ്പൊടി. അപ്പോൾ അതിൽ കടലപ്പൊടി ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ കട്ടയില്ലാണ്ട് ഇളക്കുക. കടലപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം നേരം വേവാൻ വെക്കണം. മൈദ പോലെ വേഗം ഒരു വെന്ത് കിട്ടില്ല. ചിലപ്പോൾ ഒരു മണം വരാൻ ചാൻസ് ഉണ്ട് കടലപ്പൊടീൻ്റെ. അതിൻ്റെ ആ പച്ച മണം മാറുവോളം ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി വെച്ച വെജിറ്റബിൾ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മൾ ക്രീമി വെജിറ്റബിൾ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാം. ഹൈ പ്രോട്ടീനാണ്, ഹൈ ഫൈബറാണ്, എല്ലാം കൊണ്ടും നല്ല ടേസ്റ്റുമാണ്. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞു തരണം എന്നോട്.